നമസ്കാരം. ഇസ്രയേലിലെ ശത്രുവായാൽ അയാളുടെ ആയുസ് തുടങ്ങിയെന്ന് പറയാറുണ്ട്. ഏത് മാളത്തിൽ ഒളിച്ചാലും ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദ് തേടി പിടിച്ചെത്തി തട്ടും. അത്ര കൃത്യതയോടെയാണ് അവരുടെ നീക്കങ്ങൾ. അതുപോലെ തന്നെയാണ് അവരുടെ ഇന്റലിജൻസ് കരുത്തും. പ്രതിസന്ധികളെ തന്ത്രപരമായി നേരിടാനും അതിജീവിക്കാനുമുള്ള അവരുടെ കഴിവ് ലോകരാജ്യങ്ങളെ അമ്പരപ്പിക്കുന്നതാണ്. ലോകത്തെ സാങ്കേതിക വിദ്യയിൽ എവിടെയും ഇസ്രയേലിന്റെ സ്പർശമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വീരവാദം മുഴക്കുന്ന ചിലരുടെ വാക്കുകേട്ട് ഇസ്രയേലി കമ്പനികളെയും സാങ്കേതിക വിദ്യകളെയും ഒക്കെ ബഹിഷ്കരിക്കാൻ ഇറങ്ങിയാൽ ജീവിക്കാൻ പാടുപെടും. രാഷ്ട്രീയ നിലപാടുകളുടെ പേരിലും മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും ഇസ്രയേലി കമ്പനികളെയും സാങ്കേതിക വിദ്യകളെയും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച വിവിധ രാജ്യങ്ങൾക്ക് അടുത്തടുത്ത ദിവസങ്ങളിൽ നേരിടേണ്ടി വന്നത് അപ്രതീക്ഷിത തിരിച്ചടികളായിരുന്നു. തങ്ങളെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് പണിയെടുക്കാൻ ഇസ്രായേൽ ഒട്ടും മടിക്കാറില്ല. മൊസാദ് എന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ അത്രയും വിപുലമാണ്. ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യൂറോപ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താനും അവരെ നയതന്ത്രപരമായി വെട്ടിലാക്കാനും ഇസ്രയേലും അവരുടെ സഖ്യകക്ഷികളും പരോക്ഷമായി കരുക്കൾ നീക്കുന്നുവെന്ന ആരോപണം കുറച്ചു കാലമായി തന്നെ ഉയരുന്നതാണ്. ഇസ്രായേൽ സാങ്കേതികവിദ്യ ഒഴിവാക്കിയതിനെ തുടർന്ന് സ്വന്തം പ്രധാനമന്ത്രിയുടെ യാത്ര തന്നെ പ്രതിസന്ധിയിലായ അയർലൻഡാണ് ഇതിലേറ്റവും ഒടുവിലത്തെ ഇര. തൊട്ടു പിന്നാലെ സ്പെയിനിലേക്ക് 10,000 കുടിയേറ്റക്കാരെ ഒഴുക്കിവിട്ട സംഭവത്തിലും ദക്ഷിണാഫ്രിക്കയിൽ യാത്രാരേഖകളില്ലാതെ അജ്ഞാത വിമാനത്തിൽ ഗാസ നിവാസികളെ എത്തിച്ച സംഭവത്തിലും ഇസ്രായേലിന്റെ പരോക്ഷമായ ചാത്തനീറുണ്ടെന്ന സംശയങ്ങൾ ബലപ്പെടുകയാണ്. രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ ഇസ്രയേലി കമ്പനികളെ ബഹിഷ്കരിക്കാനുള്ള അയർലൻഡ് സർക്കാരിന്റെ തീരുമാനം ഒടുവിൽ സ്വന്തം പ്രധാനമന്ത്രിയുടെ യാത്രകളെ പോലും പ്രതിസന്ധിയിലാക്കുന്ന തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അയർലൻഡ് അടുത്തിടെ വാങ്ങിയ പുതിയ ഔദ്യോഗിക വിമാനത്തിൽ നിന്ന് ഇസ്രയേലി സാങ്കേതിക വിദ്യ ഒഴിവാക്കിയതിനെ തുടർന്ന് കടുത്ത മഞ്ഞുള്ള കാലാവസ്ഥയിൽ വിമാനത്തിന് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിയില്ലെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇതിനു പിന്നിൽ ഇസ്രയേലിന്റെ കരങ്ങളാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഐറിഷ് പ്രധാനമന്ത്രിക്കും മറ്റു മുതിർന്ന മന്ത്രിമാർക്കും വിദേശകാര്യ യാത്രകൾ നടത്തുന്നതിനായി ഏകദേശം 480 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ദാസോ ഫാൽക്കൺ 6X എന്ന അത്യാധുനിക എക്സിക്യൂട്ടീവ് ജെറ്റ് അയർലൻഡ് സ്വന്തമാക്കിയത്. എന്നാൽ ഈ വിമാനത്തിന്റെ പ്രധാന സുരക്ഷാ ഫീച്ചറുകളിൽ ഒന്ന് ഒഴിവാക്കിയാണ് നിർമ്മാതാക്കളിൽ നിന്ന് രാജ്യം ഇത് കൈപ്പറ്റിയത്. കനത്ത മഞ്ഞും പുകയും കാരണം കാഴ്ച മങ്ങുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും പൈലറ്റ്മാർക്ക് വിമാനം സുരക്ഷിതമായും കൃത്യമായി ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഫാൽക്കൺ ഐ എന്ന അത്യാധുനിക സിസ്റ്റമാണ് വിമാനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. ഇസ്രായേലി പ്രതിരോധ സാങ്കേതികവിദ്യ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസ് ഫ്രഞ്ച് വിമാന നിർമ്മാതാക്കളായ ദാസോയുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്തതാണ് ഈ സംവിധാനം. ഇൻഫ്രാറെഡ് ക്യാമറകളും സെൻസറുകളും ഉപയോഗിച്ച് രാത്രിയിലും കനത്ത മൂടൽമഞ്ഞിലും റൺവേ കൃത്യമായി പൈലറ്റ്മാർക്ക് കാണിച്ചു നൽകാൻ ശേഷിയുള്ളതാണ് ഈ സിസ്റ്റം. ഈ സംവിധാനം ഒഴിവാക്കിയതോടെ കനത്ത മഞ്ഞുള്ള സമയങ്ങളിൽ ഐറിഷ് സർക്കാരിന്റെ വിമാനത്തിന് ലക്ഷ്യസ്ഥാനത്ത് ഇറങ്ങാനാവാതെ വരികയും മറ്റ് എയർപോർട്ടുകളിലേക്ക് റൂട്ട് തിരിച്ചുവിടേണ്ടതായും വരും. ഗസയിലെ വംശഹത്യയിലും വെസ്റ്റ് ബാങ്കിലെ അധിനിവേശത്തിലും പ്രതിഷേധിച്ച് ഇസ്രയേലി കമ്പനികളുമായി നേരിട്ട് കരാറുകളിൽ ഏർപ്പെടില്ലെന്ന നയം 2024 ഓഗസ്റ്റിൽ ഐറിഷ് സർക്കാർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫാൽക്കൺ ഐ സിസ്റ്റത്തിനായി എൽബിറ്റ് സിസ്റ്റംസുമായി പ്രത്യേക കരാർ ഉണ്ടാക്കേണ്ടതില്ലെന്നും വിമാനത്തിൽ നിന്ന് ഈ സൗകര്യം വേണ്ടെന്ന് വെക്കാനും അധികൃതർ തീരുമാനിച്ചത്. ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും ശക്തമായി ശബ്ദമുയർത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് അയർലൻഡ്. ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്ത ചരിത്ര പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ സ്വന്തം രാജ്യത്തിന്റെ ഔദ്യോഗിക വിമാനത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിച്ചുവെന്ന വിമർശനം പ്രതിപക്ഷത്ത് നിന്ന് ശക്തമായിരിക്കുകയാണ്. സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ വ്യോമസേനയിലെ മുൻ പൈലറ്റ്മാരും വ്യോമയാന വിദഗ്ധരും രൂക്ഷമായ ഭാഷയിലാണ് രംഗത്തെത്തിയിരിക്കുന്നത്. സാധാരണ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കാത്ത മോശം കാലാവസ്ഥയിലും സുരക്ഷിതമായി പ്രധാനമന്ത്രിയെ ലാൻഡ് ചെയ്യാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യയാണ് വെറും രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ രാജ്യം വേണ്ടെന്ന് വെച്ചതെന്ന് മുൻ വ്യോമസേന പൈലറ്റ് കെവിൻ ഫിപ്സ് ചൂണ്ടിക്കാട്ടി. അതേസമയം വിമാനത്തിന് നിലവിൽ യാതൊരുവിധ പ്രവർത്തന തടസ്സങ്ങളില്ലെന്നാണ് അയർലൻഡ് പ്രതിരോധ മന്ത്രാലയം നൽകുന്ന വിശദീകരണം. വിമാനത്തിന് ഏൽപ്പിച്ച ദൗത്യങ്ങൾ തടസ്സമില്ലാതെ നിർവഹിക്കാൻ സാധിക്കുമെന്നും സർക്കാർ വക്താവ് അവകാശപ്പെട്ടു. എന്നാൽ പൈലറ്റ്മാർക്ക് മോശം കാലാവസ്ഥയിൽ ലാൻഡിങ്ങിനുള്ള ബദൽ മാർഗങ്ങൾ കുറഞ്ഞു എന്നത് വസ്തുതയാണെന്ന് ഐറിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ ബഹിഷ്കരണ നയം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അയർലൻഡ് വ്യോമസേന അടുത്തിടെ വാങ്ങിയ 4 പുതിയ ഹെലികോപ്റ്ററുകളിലും മാരിടൈം പെട്രോൾ വിമാനങ്ങളിലും ഇസ്രായേലി നിർമ്മിത ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. വിമാനത്തിന്റെ നിർമ്മാണത്തിന് ഇവ ഒഴിവാക്കാനാവാത്ത ഘടകങ്ങളായതിനാലാണ് സർക്കാർ ഇവ അംഗീകരിച്ചത്. എന്നാൽ ഫാൽക്കൺ 6X വിമാനത്തിന്റെ കാര്യത്തിൽ ഫാൽക്കൺ ഐ എന്നത് ഐച്ഛികമായ ഒരു സംവിധാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനായി ഇസ്രായേലി കമ്പനിയുമായി നേരിട്ടൊരു കരാറിലെത്തുന്നത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകുമെന്നും ഭയന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥർ ഈ സാങ്കേതിക വിദ്യ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. അയർലൻഡിന് പിന്നാലെ ഫലസ്തീനെ പിന്തുണച്ച സ്പെയിനും ശക്തമായി തിരിച്ചടി ലഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മൊറോക്കോയിൽ നിന്നും സ്പെയിനിലെ സെവൂത്തിലേക്കുണ്ടായ വലിയ അഭയാർത്ഥി പ്രവാഹത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന ആരോപണം ശക്തമാണ്. സമൂഹ മാധ്യമങ്ങളിൽ തുടങ്ങിയ ഈ ആരോപണം ഇരു രാജ്യങ്ങളിലെയും ഉന്നത നേതാക്കളും ഏറ്റെടുത്തു കഴിഞ്ഞു. ഫലസ്തീന് ശക്തമായ പിന്തുണ നൽകുന്നതിനാൽ സ്പെയിനെ രാഷ്ട്രീയമായും സാമൂഹ്യമായും അസ്ഥിരപ്പെടുത്താൻ ഇസ്രായേൽ സൂത്രധാരിത്വം വഹിച്ച പദ്ധതിയാണ് ഈ കുടിയേറ്റമെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച് യുഎന്നിലെ ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡാനും സ്പാനിഷ് ഗതാഗത മന്ത്രി ഔസ്ഗാർ പൂവന്റെ എക്സിൽ പരസ്യമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയുണ്ടായി.
ആഫ്രിക്കയിൽ കോളനി തുടരുന്ന സ്പെയിനിന്റെ ഇരട്ടത്താപ്പിനെയാണ് ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡാനൻ വിമർശിച്ചത്. ഇസ്രായേലിനെ വിമർശിക്കാൻ ഒരു അവസരവും നഷ്ടപ്പെടുത്താത്ത സ്പെയിൻ സെവൂത്തയിലെ കുടിയേറ്റ പ്രശ്നം കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ അദ്ദേഹം പരിഹസിച്ചു. തങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ആഫ്രിക്കയിൽ ഇപ്പോഴും കോളനികൾ തുടരുന്നതെന്ന് ലോകത്തോട് വിളിച്ചു പറയൂ എന്നാണ് ഡാനൻ എക്സിൽ കുറിച്ചത്. മെഡിറ്ററേനിയൻ തീരത്ത് മൊറോക്കോയുമായി കര അതിർത്തി പങ്കിടുന്ന സ്പാനിഷ് സ്വയംഭരണ പ്രദേശങ്ങളായ സെവൂത്ത, മെലില എന്നിവയെ പരാമർശിച്ചായിരുന്നു ഡാനന്റെ വിമർശനം. ശരി, ഇപ്പോഴെല്ലാം മനസ്സിലായി എന്നാണ് ഇതിന് സ്പാനിഷ് മന്ത്രി ഓസ്കാർ ബുവിന്റെ മറുപടി നൽകിയത്. ഇസ്രയേലിന്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചില്ലെങ്കിലും മേഖലയിലെ കുടിയേറ്റ പ്രതിസന്ധിയിൽ ഇസ്രയേലിന്റെ ഇടപെടലുണ്ടായി എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഗാസയ്ക്ക് വേണ്ടി സംസാരിച്ചതിന് സ്പാനിഷ് സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ഇസ്രായേൽ ശ്രമിക്കുകയാണെന്ന് സ്പാനിഷ് രാഷ്ട്രീയ നിരീക്ഷകനായ കാരലോനിയ അലോൻസോ ആരോപിച്ചു. സ്പെയിനിനെ ഷെൻഗൻ വിസയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഇറ്റാലിയൻ രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഇത് മൊറോക്കോ വഴി ഇസ്രായേൽ പിന്തുണയോടെ യൂറോപ്പിലെ തീവ്ര വലതുപക്ഷം നടപ്പാക്കിയ പദ്ധതിയാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. കഴിഞ്ഞ ആഴ്ച മൊറോക്കോയിൽ നിന്ന് ആയിരക്കണക്കിന് അഭയാർത്ഥികളാണ് സ്പാനിഷ് സ്വയംഭരണ പ്രദേശമായ സെവൂത്തിലേക്ക് ഒഴുകിയെത്തിയത്. വെറും 24 മണിക്കൂറിനിടെ മാത്രം 60,000-ലധികം പേരെത്തിയെന്നാണ് കണക്കുകൾ. അഭയാർത്ഥി പ്രവാഹം നിയന്ത്രിക്കാനാകാതെ സെവൂത്തയിലെ പ്രാദേശിക ഭരണകൂടം സ്പെയിനിന്റെ അടിയന്തര സഹായം തേടുകയും കരനാവിക സുരക്ഷ വർദ്ധിപ്പിക്കാൻ സേനയെ വിന്യസിക്കുകയും ചെയ്തു. തുടർന്ന് അഭയാർത്ഥികളെ തിരിച്ചോടിക്കുകയായിരുന്നു. ഫലസ്തീനെ അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണയ്ക്കുകയും ICJയിൽ നിന്നും ഇസ്രായേലിനെതിരെ വംശഹത്യ കുറ്റം ചുമത്തുകയും ചെയ്ത ദക്ഷിണാഫ്രിക്കയ്ക്കും ഇസ്രായേൽ വൻ പണിയാണ് കൊടുത്തത്. യാത്രാരേഖകളൊന്നുമില്ലാതെ ചാർട്ടേഡ് വിമാനത്തിൽ ദക്ഷിണാഫ്രിക്കയിലെത്തിയത് 150-ലേറെ ഗാസയിൽ നിന്നുള്ള ഫലസ്തീൻ സ്വദേശികളാണ്. കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു ഈ സംഭവം. ഇതിന് പിന്നിലും ഇസ്രായേലാണെന്ന ആരോപണം ശക്തമായിരുന്നു. ജോഹനസ്ബർഗിലെ OR താംബോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് എയർ ഫ്രാൻസിന്റെ ഈ പ്രത്യേക വിമാനം ലാൻഡ് ചെയ്തത്. എത്ര കാലത്തേക്കാണ് രാജ്യത്തേക്ക് എത്തിയതെന്നോ എവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് സാധിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഫലസ്തീൻ സ്വദേശികൾ പുറത്തു പോകുമ്പോൾ ഇസ്രായേൽ അധികൃതർ നൽകാറുള്ള എക്സിറ്റ് സ്റ്റാമ്പുകൾ ഇവരുടെ ആരുടെയും പക്കലില്ലായിരുന്നു എന്നതാണ് ദക്ഷിണാഫ്രിക്കൻ അധികൃതർക്ക് സംശയം തോന്നാൻ കാരണമായത്. 9 മാസം ഗർഭിണിയായ യുവതി അടക്കമുള്ളവരാണ് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയരായത്. ഫലസ്തീൻ സ്വദേശികളിൽ നിന്ന് വൻ തുക ഈടാക്കിയ ശേഷമാണ് ചാർട്ടേഡ് വിമാനത്തിൽ കയറ്റിവിട്ടതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന ആരോപണം അന്ന് ഉയർന്നിരുന്നു. ഗാസ വിടാൻ ഫലസ്തീൻ സ്വദേശികളിൽ സമ്മർദ്ദം ശക്തമാണെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രായേൽ അധിനിവേശത്തിന് പിന്നാലെ 40,000-ലേറെ ഫലസ്തീനികളാണ് ഗാസയിൽ നിന്ന് ഒഴിഞ്ഞുപോയത്. അൽ മജ്ദു എന്ന പ്രസ്ഥാനവുമായി ചേർന്നാണ് അന്ന് ഇസ്രായേൽ ഈ നീക്കം നടത്തിയതെന്നാണ് ഉയർന്ന ആരോപണം. അതേസമയം അൽ മജ്ദിന് ഇസ്രായേലുമായി അടുത്ത ബന്ധമുണ്ടെന്നും അവർ ഗാസയിൽ നിന്ന് ഫലസ്തീനികളെ നിർബന്ധിതമായി ഒഴിപ്പിക്കാൻ സഹായിക്കുകയാണെന്നുമായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ NGOകൾ ആരോപിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ വിരുദ്ധ നിലപാടെടുക്കുന്ന രാജ്യങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ടെൽ അവീവ് വിവിധ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന ആരോപണം പുതിയതല്ല. സൈബർ ആക്രമണങ്ങൾ, സാമ്പത്തിക ഉപരോധങ്ങൾ, വ്യാജ പ്രചാരണങ്ങൾ എന്നിവയിലൂടെ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന രീതി ഇസ്രായേൽ തുടരുന്നുണ്ട്. മുൻപും ഇത് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, മുൻപ് ഇസ്രായേലി കമ്പനിയായ INS ഗ്രൂപ്പിന്റെ പെഗാസസ് സ്പൈവെയർ ഉപയോഗിച്ച് വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികളെയും നയതന്ത്രജ്ഞരെയും നിരീക്ഷിച്ച സംഭവം വലിയ അന്താരാഷ്ട്ര വിവാദമായിരുന്നു. ഇസ്രായേൽ നയങ്ങളെ വിമർശിക്കുന്ന രാജ്യങ്ങളിലെ പ്രമുഖരുടെ വിവരങ്ങൾ ചോർത്തി രാഷ്ട്രീയ അസ്ഥിരതയുണ്ടാക്കാൻ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചതായി ആരോപണം ഉയർന്നിരുന്നു. ഇസ്രായേലിനെതിരെ നിൽക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ഡിജിറ്റൽ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രൊപ്പഗണ്ട ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. ഐറിഷ്, സ്പാനിഷ്, ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ വാർത്തകളും തീവ്ര നിലപാടുകളും പ്രചരിപ്പിക്കാൻ ഇസ്രായേൽ അനുകൂല ബോട്ടുകളും IT സെല്ലുകളും സജീവമാണ്. ഇത്തരം പ്രചാരണങ്ങളിലൂടെ ഈ രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ സർക്കാരിനെതിരെ അസംതൃപ്തി വളർത്താനും സാമ്പത്തിക സാമൂഹ്യ മേഖലകളിൽ അസ്ഥിരത സൃഷ്ടിക്കാനും ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ടെന്ന് വിവിധ ആഗോള നിരീക്ഷണ ഏജൻസികൾ വിലയിരുത്തുന്നു. സാങ്കേതിക മേഖലയിൽ ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഇസ്രായേൽ തങ്ങളുമായി തെറ്റുന്ന രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ പരോക്ഷമായി സൈബർ ആക്രമണങ്ങൾ നടത്തുന്നുവെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. വ്യോമയാന മേഖല, ബാങ്കിംഗ്, പവർ ഗ്രിഡുകൾ എന്നിവയ്ക്കെതിരെ ഉണ്ടാകുന്ന അജ്ഞാത സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ പലപ്പോഴും ഇസ്രായേലി ഹാക്കിംഗ് ഗ്രൂപ്പുകളാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഐറിഷ് പ്രധാനമന്ത്രിയുടെ വിമാനത്തിലെ സുരക്ഷാ സിസ്റ്റം ഒഴിവാക്കിയതുപോലെ തന്നെ ഇസ്രായേൽ നിർമ്മിത സോഫ്റ്റ്വെയറുകളെയും ഹാർഡ്വെയറുകളെയും ആശ്രയിക്കുന്നത് പെട്ടെന്ന് നിർത്തുമ്പോൾ പല രാജ്യങ്ങളുടെയും സൈബർ സുരക്ഷയിൽ വലിയ പോരായ്മകൾ അനുഭവപ്പെടാറുണ്ട്. സാങ്കേതിക വിദ്യയ്ക്ക് പുറമെ വ്യാപാര രംഗത്തും തങ്ങളോട് എതിർപ്പുള്ള രാജ്യങ്ങൾക്ക് പണികൊടുക്കാൻ ഇസ്രായേൽ ശ്രമിക്കാറുണ്ട്. ഇസ്രായേലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന US കോർപ്പറേറ്റ് ലോബികളെ ഉപയോഗിച്ച് ഫലസ്തീൻ അനുകൂല നിലപാടെടുക്കുന്ന രാജ്യങ്ങളിലെ നിക്ഷേപങ്ങൾ പിൻവലിപ്പിക്കാൻ ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്താറുണ്ട്. സ്പെയിനിലും അയർലൻഡിലും പ്രവർത്തിക്കുന്ന പല പ്രമുഖ അമേരിക്കൻ കമ്പനികൾക്കും മേൽ ഇസ്രായേൽ അനുകൂല സംഘടനകൾ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. ഇത് ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക രംഗത്തെ പരോക്ഷമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് നയതന്ത്രപരമായ തിരിച്ചടികൾ നൽകാൻ വികസിത രാജ്യങ്ങളിലെ ഇസ്രായേൽ ലോബികൾക്ക് സാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ തടയുന്നതിലും നയതന്ത്രപരമായ ഒറ്റപ്പെടുത്തലുകളിലും ഇസ്രായേൽ തങ്ങളുടെ സ്വാധീനം പരമാവധി ഉപയോഗിക്കും. ദക്ഷിണാഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ അവരെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ തുടക്കമിടാൻ ഇസ്രായേലിന് സാധിക്കുന്നുണ്ട്.
ഫലസ്തീൻ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ ഇന്ന് രണ്ടായി പിളർന്ന അവസ്ഥയിലാണ്. അയർലൻഡ്, സ്പെയിൻ, നോർവേ തുടങ്ങിയ രാജ്യങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചപ്പോൾ ജർമ്മനി, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ ഭിന്നത പരമാവധി മുതലെടുത്ത് അയർലൻഡിനെയും സ്പെയിനെയും യൂറോപ്യൻ യൂണിയനിൽ ഒറ്റപ്പെടുത്താൻ ഇസ്രയേൽ തന്ത്രങ്ങൾ മെനയുന്നു. സെവൂത്തയിലെ അഭയാർത്ഥി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സ്പെയിനെ ഷെൻഗൻ മേഖലയിൽ നിന്ന് പുറത്താക്കാൻ ഇറ്റലി അടക്കമുള്ള തീവ്ര വലതുപക്ഷ ഭരണകൂടങ്ങൾ ആവശ്യപ്പെട്ടത് ഇതിന്റെ ഭാഗമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. തങ്ങളുടെ നയതന്ത്ര നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴും ഇസ്രായേലിൽ നിന്നുള്ള ഇത്തരം പരോക്ഷ ആക്രമണങ്ങളെയും തിരിച്ചടികളെയും എങ്ങനെ പ്രതിരോധിക്കുമെന്ന ചോദ്യമാണ് അയർലൻഡ്, സ്പെയിൻ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾക്ക് മുന്നിലുള്ളത്. സുരക്ഷയിലും സാങ്കേതിക വിദ്യയിലും മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് അപകടകരമാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വിമാനത്തിന്റെ യാത്രാ സുരക്ഷയിൽ പോലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്ന അയർലൻഡിന്റെ അവസ്ഥയും കുടിയേറ്റക്കാരുടെ വൻ പ്രവാഹത്തിൽ വലയുന്ന സ്പെയിനിന്റെ അവസ്ഥയും വരും ദിവസങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാകും. ഇസ്രായേലിന്റെ ചാത്തനേറുകൾക്ക് മുന്നിൽ ഈ രാജ്യങ്ങൾ മുട്ടുമടക്കുമോ, അതോ സ്വന്തം നിലപാടുകളിൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമോ എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്.